ഷാഫി പറമ്പലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടുമുള്ള അഭിപ്രായ വ്യത്യാസം തുടർന്നു പറഞ്ഞ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും മരണത്തിന് മുൻപും ഉടലെടുത്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം തേടേണ്ടതായിരുന്നുവെന്നും കൂടുതൽ പറയുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. അദ്ദേഹം പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടിക്കകത്ത് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹം മാറ്റി നിർത്തി. ഇതിൻ്റെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആണോ ചാണ്ടി ഉമ്മനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അകറ്റിയ ഘടകം? അല്ല, അതും ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനൊന്നും അതൊന്നും അറിവില്ലല്ലോ. ഇതിനകത്തുള്ള ഞങ്ങൾ പൊളിറ്റിക്കലി 2 സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ഡെത്തിന് തൊട്ട് മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസാണ്, അല്ലാതെ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതിൽ ഇതുമായിട്ടൊന്നും കണക്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അല്ല, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് അത് രാഹുലുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. രാഹുലുമായിട്ടോ ഷാഫിയായിട്ടോ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അത് എൻ്റെ ഫാദറിനോടൊപ്പം ഉള്ളവരോടുള്ള മൊത്തത്തിലുള്ള ഒരു ഡിഫറൻസ് ഒപ്പീനിയനാണ്. അത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനു മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഉമ്മൻചാണ്ടി ആയിരുന്നു ഈ വിഷയത്തിൽ ശരി എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്, നിർദ്ദേശിച്ചത് മറ്റ് JS അഖിലിനെ ആയിരുന്നു. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ആയിരുന്നു ശരി എന്ന് താങ്കൾ കരുതുന്നു? അതാണ് ഈ അകൽച്ചയുടെ പ്രധാന കാരണം. ഞാൻ ഒന്നും കമന്റ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിരുന്നു, അത്രേ പറയൂ. ഞാൻ ഫർദർ കമന്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ വെള്ളം ഒഴുകിപ്പോയി, ഇനി അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ആ ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഞാൻ ഫർദർ കമന്റ് ചെയ്യുന്നു. MG രേണുക നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.